തിരുവനന്തപുരത്ത് കാണാതായ 13-കാരി തസ്മിതിൻ്റെ വീട് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതായി മന്ത്രി പറയുകയും അച്ഛനെയും അമ്മയെയും തസ്മിതിൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും കൃത്യമായ വിവരങ്ങൾ അവർക്ക് നൽകുകയും അതൊക്കെ പാസ് ചെയ്യാനായി മൊബൈൽ ഫോണുകൾ വരെ അവർക്ക് അനുവദിക്കുകയും ചെയ്തു. ആ വാർത്ത കൂടി നമുക്കൊന്ന് കാണാം. ആസം സ്വദേശിയുടെ പെൺകുട്ടികളിൽ മൂത്ത കുട്ടിയായ 13 വയസ്സുകാരിയെ തേടിയുള്ള പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. കഴക്കൂട്ടത്ത് അവർ വാടക വീട്ടിൽ ആണ് താമസിക്കുന്നത്. അവിടെ രാവിലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എത്തിച്ചേർന്ന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ടീമായിട്ട് തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുന്നു. 4 ടീമായിട്ട് 4 टीम लगा हुआ है अभी 4 टीम 4 तरफ चला हुआ है, ढूंढ रहे हैं. अभी तक कुछ नहीं पता चला क्योंकि एक फोटो मिला. ട്രെയിനിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടപ്പോൾ യാത്രക്കാരിൽ സംശയം തോന്നി. ഒരാൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോനെ വെച്ച് പോലീസിന് നോക്കുന്നു. कल ट्रेन में चला रहा था, दूसरा एक आदमी ट्रेन में था, उसने एक फ़ोटो खींच लिया. वो फ़ोटो पुलिस को दिया है, उसका डायरेक्शन में पुलिस चल रहा है. इधर का सरकार सब कुछ कर रहा है. मिनिस्टर भी आया और एमएलए बोल रहे कि सब कुछ कर रहे हैं बच्चे को ढूंढने के लिए और आपको वापस देने के लिए. ഇപ്പോഴും പ്രതീക്ഷയോടെ വീട്ടുകാർ കാത്തിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തെ പറ്റിയുള്ള പ്രതീക്ഷയിലാണ്. ഇന്ന് ആ ഫോട്ടോ കുട്ടിയുടെ നെയ്യാറ്റിൻകര സ്വദേശി ഭവിത നൽകിയ ഫോട്ടോയായിരുന്നു ഏറ്റവും വലിയ ലീഡ്. അത് രക്ഷകർത്താക്കൾ മാതാപിതാക്കളോട് പോലീസ് ചോദിച്ച് അറിഞ്ഞിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് പോലീസ് സംഘമെത്തി അത് സംബന്ധിച്ച സ്ഥിരീകരണവും നടത്തി. ഈ കുട്ടിയുടെ സഹോദരൻ ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. 18 വയസ്സുകാരനാണ്. 1 മാസം മുമ്പാണ് ആ കുട്ടി അങ്ങോട്ട് പോയത്. അവിടേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് ആരാഞ്ഞു. പക്ഷേ രക്ഷകർത്താക്കൾ പറയുന്നത് അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള അന്വേഷണവും 4 അംഗമായി തിരിച്ച് 4 സംഘങ്ങളായി തിരിച്ച് പോലീസിൻ്റെ അന്വേഷണം തുടരുന്നുണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ആ കുടുംബം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ആസാം സ്വദേശി കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പാണ് കഴക്കൂട്ടത്ത് എത്തിച്ചേർന്നത്. ഭാര്യയും ബാക്കി 2 കുട്ടികളും 3 കുട്ടികളും ഈ കാണാതായ പെൺകുട്ടി അടക്കം വരുന്ന മറ്റ് 2 കുട്ടികളും അടക്കം ഇവിടെ എത്തിയിട്ട് 2 ആഴ്ച 1 മാസം ആയിട്ടില്ല. ഈ സ്ഥലത്തെ പ്രദേശവുമായി നല്ല ബന്ധം ഇവർക്ക് ഇല്ല, അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പ്രാദേശികമായിട്ടുള്ള ആസാമീസ് ഭാഷ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ തന്നെ ആശങ്കയുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ കന്യാകുമാരിയിൽ ആദ്യം പരിശോധന നടത്തി. അത് കഴിഞ്ഞ ശേഷമാണ് നാഗർകോവിൽ കുട്ടി ഇറങ്ങി വെള്ളം ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ്. വീട്ടുകാർ ഇപ്പോഴും വളരെ ദുഃഖത്തോടുകൂടി കാത്തിരിപ്പുണ്ട്. ഏതു വിധേനയും കുട്ടിയെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് സർക്കാരും നേരത്തെ സന്ദർശിച്ച ശിവൻകുട്ടി മന്ത്രിയും ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കഴക്കൂട്ടത്തെ വീട്ടിൽ ഈ പോലീസിൻ്റെ അടുത്ത ഏത് തരത്തിലുള്ള അറിയിപ്പാണ് ലഭിക്കുന്നതെന്ന പ്രതീക്ഷയോടെയാണ് കുട്ടിയുടെ രക്ഷകർത്താക്കൾ കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടനൊപ്പം അജിത്ത് കാരോടിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.